രാഷ്ട്രീയത്തെയും ദേശീയ രാഷ്ട്രീയത്തെയും ഒരുപോലെ പിടിച്ചുലച്ച മദ്യനയ അഴിമതി കേസിൽ നാടകീയമായ വഴിത്തിരിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നീണ്ട നിയമപോരാട്ടങ്ങൾക്കും മാസങ്ങൾ നീണ്ട ജയിൽവാസത്തിനും ശേഷം ആം ആദ്മി പാർട്ടി അധ്യക്ഷനും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ, മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ എന്നിവരെ ഡൽഹിയിലെ റോസ് അവന്യൂ കോടതി കുറ്റവിമുക്തരാക്കി എന്ന വാർത്ത ദേശീയ രാഷ്ട്രീയത്തിൽ വൻ ചർച്ചകളാണ് സൃഷ്ടിക്കുന്നത്. അന്വേഷണ ഏജൻസിയായ CBIയുടെ വാദങ്ങളെയും കുറ്റപത്രങ്ങളെയും പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് കോടതി സുപ്രധാന വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. കെജ്രിവാളിനും സിസോദിയയ്ക്കും പുറമെ തെലങ്കാന മുൻ മുഖ്യമന്ത്രി K ചന്ദ്രശേഖർ റാവുവിന്റെ മകൻ K കവിത ഉൾപ്പെടെയുള്ള കേസിലെ മുഴുവൻ പ്രതികളെയും വിചാരണ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കോടതി വിട്ടയച്ചു എന്നത് അന്വേഷണ ഏജൻസികൾക്കും കേന്ദ്ര സർക്കാരിനുമേറ്റ വലിയ തിരിച്ചടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. കേസിനാസ്പദമായ സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ 2022 ആം ആദ്മി സർക്കാർ നടപ്പിലാക്കിയ പുതിയ മദ്യനയത്തിലൂടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നുവെന്നായിരുന്നു കേന്ദ്ര ഏജൻസികളുടെ പ്രധാന ആരോപണം. സ്വകാര്യ മദ്യ കമ്പനികൾക്ക് വഴിവിട്ട രീതിയിൽ ഇളവുകൾ അനുവദിച്ചുവെന്നും അതിന് പ്രതിഫലമായി ലഭിച്ച 100 കോടിയോളം രൂപ ഗോവ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രചാരണത്തിനായി ഉപയോഗിച്ചുവെന്നും CBIയും EDയും വാദിച്ചിരുന്നു. എന്നാൽ ആയിരക്കണക്കിന് പേജുകൾ വരുന്ന കുറ്റപത്രത്തിൽ ഈ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു തെളിവ് പോലും ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. പ്രതികൾക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തുന്നതിനായി സമർപ്പിച്ച രേഖകളൊന്നും വിചാരണയിലേക്ക് കടക്കാൻ പര്യാപ്തമല്ലെന്ന് കോടതി കണ്ടെത്തി. വിധി പ്രസ്താവിക്കവേ വിചാരണ കോടതി ജഡ്ജി CBIക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. പ്രതികൾക്കെതിരെ ഒരു സാക്ഷിമൊഴി പോലും വിശ്വസനീയമായ രീതിയിൽ ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് ഏജൻസിയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. കേവലം അനുമാനങ്ങളുടെയും രാഷ്ട്രീയ പ്രേരിതമായ തിരക്കഥകളുടെയും അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു കേസ് കെട്ടിപ്പടുത്തതെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു കോടതിയുടെ നിരീക്ഷണങ്ങൾ. കെജ്രിവാൾ നേരിട്ട് പണം വാങ്ങിയെന്നോ മനീഷ് സിസോദിയ ഇതിന് ഇടനിലക്കാരനായി പ്രവർത്തിച്ചുവെന്നോ തെളിയിക്കുന്ന ഡിജിറ്റൽ തെളിവുകളോ സാമ്പത്തിക രേഖകളോ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് ഇതുവരെ സാധിച്ചില്ല. രാഷ്ട്രീയമായി ഒരാളെ ഇല്ലാതാക്കാൻ ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതിന്റെ ഉദാഹരണമായി ഈ കേസിനെ രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നു. വിധി പുറത്തു വന്നതിന് പിന്നാലെ വികാരാധീനനായാണ് അരവിന്ദ് കെജ്രിവാൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. സത്യം എപ്പോഴും ജയിക്കുമെന്നും നീതിപീഠത്തിലുള്ള തന്റെ വിശ്വാസം വർദ്ധിച്ചുവെന്നും അദ്ദേഹം പറയുന്നു. തന്നെയും തന്റെ പാർട്ടിയെയും രാഷ്ട്രീയമായി തകർക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ മെനഞ്ഞെടുത്ത ഗൂഢാലോചനയായിരുന്നു ഇതെന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡൽഹിയിലെ ജനങ്ങൾക്ക് വേണ്ടി സത്യസന്ധമായി പ്രവർത്തിച്ചതിന് തനിക്ക് ലഭിച്ച ശിക്ഷയായിരുന്നു നീണ്ട ജയിൽവാസമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആം ആദ്മി പാർട്ടിയുടെ ജനപ്രീതിയിൽ ഭയന്ന BJP കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് നേതാക്കളെ നിശബ്ദരാക്കാൻ ശ്രമിച്ചതിന്റെ പരാജയമാണ് ഈ വിധിയെന്നും പാർട്ടി വക്താക്കളും പ്രതികരിച്ചു. മദ്യനയക്കേസ് ആരംഭിച്ച കാലം മുതൽ തന്നെ ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന നിലപാടിലായിരുന്നു ആം ആദ്മി പാർട്ടി. ഡൽഹിയിലെ മദ്യക്കച്ചവടം പൂർണ്ണമായും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതിലൂടെ ഏകദേശം 9,500 കോടി രൂപയുടെ വരുമാനമാണ് സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ അത് വൻ അഴിമതിയാണെന്ന് ആരോപിച്ച് BJP രംഗത്തെത്തുകയായിരുന്നു. കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ആം ആദ്മി പാർട്ടിക്കെതിരെ BJP പ്രയോഗിച്ച ഏറ്റവും വലിയ ആയുധവും ഈ മദ്യക്കേസായിരുന്നു. അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെ അധികാരത്തിൽ വന്ന ഒരു പാർട്ടി തന്നെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതായിരുന്നു അവരുടെ ശ്രമം. എന്നാൽ വിചാരണ കോടതിയുടെ ഈ വിധി BJPയുടെ ആ വാദങ്ങളെ പാടെ പൊളിച്ചു കളയുകയാണ് ചെയ്യുന്നത്. തെലങ്കാനയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും ഈ വിധി ബാധിക്കുമെന്നത് ഉറപ്പാണ്. BRS നേതാവ് K കവിതയെ ഈ കേസിൽ പ്രതി ചേർത്തത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് ആരോപണം ശരിവെക്കുന്നതാണ് കോടതിയുടെ പുതിയ ഉത്തരവ്. പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും ഒരുപോലെ വിട്ടയച്ച കോടതി നടപടി രാജ്യത്തെ അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തന രീതികളെക്കുറിച്ചും രാഷ്ട്രീയ സ്വാധീനത്തെക്കുറിച്ചും വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. കെജ്രിവാളിന്റെയും സിസോദിയയുടെയും തിരിച്ചുവരവ് ഡൽഹിയിലെ വരാനിരിക്കുന്ന ഭരണപ്രതിസന്ധികൾക്ക് അറുതി വരുത്തുമെന്നും ആം ആദ്മി പാർട്ടിക്ക് പുതിയൊരു ഊർജം നൽകുമെന്നും ഉറപ്പാണ്. അന്വേഷണ ഏജൻസികൾ സമർപ്പിച്ച തെളിവുകൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നതില്ലെന്ന് കോടതി കണ്ടെത്തിയതോടെ കേസിനായി ചെലവഴിച്ച സമയവും നികുതി പണവും പാഴായെന്ന വിമർശനം ഉയരുന്നുണ്ട്. തെളിവുകളില്ലാതെ ഒരു മുഖ്യമന്ത്രിയെ മാസങ്ങളോളം ജയിലിലിട്ടത് ജനാധിപത്യപരമായ കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമാണെന്ന് നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. ഈ വിധിയോടെ കെജ്രിവാളിനെ നഷ്ടപ്പെട്ട രാഷ്ട്രീയ പ്രതിച്ഛായ തിരിച്ചുപിടിക്കാനും BJPക്കെതിരെയുള്ള പോരാട്ടം കൂടുതൽ ശക്തമാക്കാനും സാധിക്കും. രാഷ്ട്രീയ പകപോക്കലിന് നിയമത്തെ ഉപയോഗിക്കുന്നവർക്കുള്ള കനത്ത തിരിച്ചടിയാണ് ഈ 12 മണി വിധിയെന്ന് AAP പ്രവർത്തകർ ആഘോഷപൂർവ്വം പ്രഖ്യാപിച്ചു. ഡൽഹി രാഷ്ട്രീയത്തിൽ ഇനി പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടുമെന്നും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ വിധി ആം ആദ്മി പാർട്ടിക്ക് വലിയ തോതിൽ രാഷ്ട്രീയ മേൽക്കൈ നൽകുമെന്നതും തീർച്ചയാണ്.